ഹായ്. ഇന്ന് 31 ഡിസംബർ ന്യൂ ഇയറിൻ്റെ ദിവസമാണ്. നമ്മൾ ഉള്ളത് ദുബായിലാണല്ലോ. ബുർജ് ഖലീഫയിൽ ന്യൂ ഇയറിൻ്റെ ഫയർ ഷോ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഇപ്പോൾ ടൈം 3 മണിയായി. ഞാൻ നേരത്തെ വന്ന് ഇറങ്ങണം. എന്നാൽ ഞാൻ ബസ്സിൽ കയറി പിന്നെ മെട്രോ പിടിച്ചിട്ട് അവിടെ എത്താനുള്ള പരിപാടിയാണ്. ബസ് ഇറങ്ങി ഞാനിപ്പോൾ മെട്രോൻ്റെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇറങ്ങിയ കുറച്ച് മാറിയോ എന്ന് സംശയമുണ്ട്. മെട്രോ കാണുന്ന കുറച്ചും കൂടി ദൂരത്തായിട്ടാണ് കാണുന്നത്. അധികമൊന്നുമില്ല, ഒരു 100 മീറ്റർ നടക്കണം തന്നെ. ഇവിടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്കായിട്ടുള്ള ഡൈനിങ്ങുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആദാമിൻ്റെ ചായക്കടയാണ്, നാട്ടിലെ ആദാമിൻ്റെ ചായക്കടയാണ്. എന്ത് ഭംഗിയായിട്ടാണല്ലോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല പൂക്കളൊക്കെ വെച്ച് ദുബായ് ടൗണിലേക്കൊക്കെ ഇതിലും അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ബസ് സ്റ്റോപ്പിലായിരുന്നു കാര്യം ഞങ്ങൾ ഇറങ്ങേണ്ടിയിരുന്നത്. അതിനാണ് ഇതിൻ്റെയും 2 ബസ് സ്റ്റോപ്പ് മുമ്പാണ് ഇറങ്ങിയിട്ട് നടക്കുന്നത്. ഈ ബസ് സ്റ്റേഷനകത്തിട്ടാണ് അവിടെ ഇറങ്ങിയത്. അങ്ങനെ 10 മിനിറ്റ് നടത്തങ്ങൾക്ക് ശേഷം നമ്മളെ മെട്രോ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ഈ മിസ്റ്റേക്ക് പറ്റില്ലല്ലോ ഒറ്റ വരുമ്പോൾ. എക്സ്പീരിയൻസ് നല്ലതാ. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണത്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹെൽപ്പ് ഡെസ്കിൽ ചോദിച്ചപ്പോൾ നമ്പർ 2 ക്രീക്ക് ഡയറക്ഷനിലേക്ക് പോകേണ്ടത്. അവിടുന്ന് യൂണിയൻ മെട്രോയിൽ ഇറങ്ങണം. അവിടെ നമുക്ക് റെഡ് ലൈൻ പിടിക്കണം. നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ അല്ലാത്ത സ്റ്റേഷൻ വന്നു. ഇത്ര നേരം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഗ്രീൻ ലൈനിലായിരുന്നു. ഈ ഗ്രീനിന്നും യൂണിയനിൽ വെച്ചിട്ട് റെഡിലേക്ക് മാറണം. റെഡ് സ്റ്റേഷൻ എവിടെയാണാവോ. നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നല്ല റഷാണ്. എല്ലാവരും ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് തോന്നുന്നത്. നല്ല റഷാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ദുബായ് മാളിലെത്തി. ദുബായ് മാൾ സ്പെഷ്യൽ ഇറങ്ങി. ഇപ്പോൾ ദുബായ് മാളിൽ വാക്ക് വഴി പോവാണ് ബുർജ് ഖലീഫിൽ അങ്ങോട്ട്. പ്രതീക്ഷ മാതിരിയല്ല, നല്ല റഷാണ് കേട്ടോ. അപ്പോൾ തന്നെ നല്ല റഷ് കഴിയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് എന്തായാലും ക്ലോസ് ചെയ്തു ദുബായ് മാൾ. നല്ല റഷാണ്. ഫാമിലിനൊക്കെ ഒരു സൈഡിൽ കൂടി കടത്തി വിട്ട് നമ്മളെ നേരെ പുറത്തേക്ക് കടത്തി വിട്ട്. ഇപ്പോൾ ഇവിടുന്ന് ബുർജ് ഖലീഫിൻ്റെ അങ്ങോട്ട് പോകണം. ഓക്കെ, എങ്ങനെ ഇന്ന് രാത്രി ഇവിടെ വെച്ചാണ് ഫയർ ഷോ നടക്കുന്നത്, ഫയർ വർക്ക്സ് നടക്കുന്നത്. അപ്പോൾ ഇത് കാണാനാണ് ഇങ്ങോട്ട് ജനങ്ങൾ ഒഴുകി വരുന്നത്. ഇഷ്ടംപോലെ ആളുണ്ട്. ഇത് കണ്ടില്ലേ, ഓരോ ബിൽഡിങ്ങുകൾ ഒരു കെട്ടിണ്ടാക്കിയില്ല. എന്ത് രസമാണല്ലോ കാണാൻ. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് വേറെ ഷേപ്പിൽ. എൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് നോക്കി. ആ ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു ചെറിയൊരു ഷിപ്പ് നിൽക്കുന്നൊരു രീതിയിലല്ല ഡിസൈൻ ഉള്ളത്. പിന്നെ എന്താ അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ. ടൗൺ പ്ലാനിങ് ആണ് ഇതൊക്കെ. ഇതിനടുത്ത് നമുക്ക് പോകേണ്ടിയിരുന്ന ബുർജ് ഖലീഫ ഇതാണ്. ഇവിടെ എന്നാലും ഫയർ വർക്ക് കാണാം കേട്ടോ. വേണ്ടില്ലേ, നേരത്തെ ബുർജ് ഖലീഫ വളരെ അടുത്തായിരുന്നു. അവർ ഡൈവേർട്ട് വിട്ട് ബുർജ് ഖലീഫ കാണാമല്ലോ, വളരെ ദൂരത്ത്. അത്രയും ദൂരമായി. വലിയ റൗണ്ട് അടിച്ച് നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ബുർജ് ഖലീഫിൻ്റെ അടുത്തുള്ള ഫുഡ് കോർട്ടുകളാണ്. ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വന്നത് ഈ പ്രശ്നങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ. പക്ഷേ ഫാമിലിയായിട്ട് വരികയാണ് വലിയ പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ ഫൈസലിൻ്റെ ഫാമിലിയായിട്ട് വന്നാൽ മതിയായിരുന്നു. അവരിത് ആദ്യം മുൻകൂട്ടി കണ്ടിട്ടാണ് തോന്നുന്നത്. നല്ല തിരക്കായിരിക്കും, പാർക്കിംഗ് കിട്ടില്ല, അങ്ങോട്ട് റോഡൊക്കെ ക്ലോസ് ആക്കും. ഈ കാരണം കൊണ്ടാണ് പിന്നെ അവർ വരാതിരുന്നത്. അപ്പോൾ എനിക്കാണത് മിസ്സാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവത്തിന് നമ്മൾ 1 വർഷം കാത്തിക്കണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ, ഇവിടുന്ന് സെക്യൂരിറ്റിനെ ചോദിച്ചു അങ്ങോട്ട് പോകാൻ പറ്റുമെന്നേ. അപ്പോൾ അയാൾ പറയുന്നത് അവിടെ വരെ പോകാനാണ് പറയണത്.
നല്ല വൃത്തിയും കൊടുപ്പുള്ള സ്ട്രീറ്റ്. ഓക്കെ, ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കയറിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും. ഒരു കുപ്പി വെള്ളം വാങ്ങണം പോലും നല്ല റേറ്റ് ആയിരിക്കും ഇവിടെ ഉള്ളതിലൊക്കെ. എൻ്റെ അടുത്ത് പോയി നേപ്പാളി പയ്യൻ കൊണ്ടുവന്നൊരു അടിപൊളി നായ്ക്കുട്ടി. സൂപ്പറായിട്ട് അവൻ പറയുന്ന ഇതിലൊക്കെ അത് കൈ കൊടുക്കുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ആർക്കും അകത്തേക്ക് കടന്നു പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ് പരിപാടിയാകുന്നവരെ. ഇനിയുണ്ട്, എത്ര 8 മണിയായിട്ടേ ഉള്ളൂ. രസമല്ല ലൈറ്റ്, കറക്റ്റ് വൈറ്റ് ലൈറ്റ് വെച്ചിട്ട്. ഫയർ വർക്ക് തുടങ്ങാൻ കുറച്ചുകൂടി ടൈമുണ്ട്. ഒന്നുകൂടി ഒന്ന് റൗണ്ട് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. ബുർജ് ഖലീഫിൻ്റെ സൈഡിലുള്ള ഫുഡ് കോർട്ടുകളാണ്. ആളുകളൊക്കെ രാത്രി വന്നു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഈ വഴിക്ക് പോകുമ്പോൾ ഒന്നും ഫുഡ് കോർട്ടിലൊന്നും ആളുകളില്ലായിരുന്നു. ഈ ദുബായിലെ ഈ ഹോട്ടലുകൾ മാത്രമല്ല കേട്ടോ അതിൽ. ഇത് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട് ഇതിനകത്ത് തന്നെ. എന്നുവെച്ചാൽ ബില്യൺ കണക്കിന് പൈസ കൊടുത്താലേ ഇതിൻ്റെ അകത്തൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുകയുള്ളൂ. കോടീശ്വരന്മാരെന്നൊന്നും പറയാൻ പറ്റില്ല. അതിലും വലിയ കോടീശ്വരന്മാർക്ക് മാത്രമേ ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. സ്ട്രീറ്റ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. വണ്ടിയൊന്നും ഒരു പൊടിക്ക് മുന്നോട്ട് നീങ്ങാത്ത രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. ഫയർ വർക്കിനുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ദുബായ് മാളിൻ്റെ സൈഡിൽ നിന്ന് കറക്റ്റ് എൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ നമുക്ക് കാണാം. പക്ഷെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല.
ഏതാണ്ട് ഇപ്പോൾ കഴിയാറായി. 5 മിനിറ്റോളം ഉണ്ടായിരുന്നു ഈ ഫയർ വർക്ക്. ഇപ്പോൾ കഴിയാറായി. ഇപ്പോൾ കഴിയും. എനിക്ക് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. സൂപ്പർ. Happy New Year, sir. ഞാൻ അങ്ങോട്ടേക്ക് വരാം. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫയർ വർക്കായിരുന്നു. കഴിഞ്ഞു. ഇനി മെട്രോ പിടിക്കണം. ഹാപ്പി ന്യൂ ഇയർ.